എല്ലാ വിവാഹവും സ്നേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നില്ല. ചിലതൊക്കെ ഇമോഷണൽ റീസൺസ് കൊണ്ടാകാം. അങ്ങനെ തുടങ്ങുന്ന 4 തരത്തിലുള്ള വിവാഹം ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് റീബോൺ മാരേജ്. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായാൽ ഉടനെ തന്നെ ആ പെയിൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മറ്റൊരാളുമായി പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്നതാണ് ആ വിവാഹം. അവിടെ സ്നേഹത്തിനേക്കാൾ കൂടുതൽ വേദനയാണ് ലീഡ് ചെയ്യുന്നത്. അൺഹീൽഡ് പെയിൻ ആ റിലേഷൻഷിപ്പിലേക്ക് ക്യാരി ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് സ്വയം ഹീലായ ശേഷം വിവാഹത്തിനെ പറ്റി ചിന്തിക്കുക. അടുത്തത് ഡെഡ് ലൈൻ ഡ്രിവൺ മാരേജ്. ഒരു സർട്ടൻ ഏജ് ലിമിറ്റിനുള്ളിലോ ജാതകപ്രകാരമുള്ള ടൈം ലിമിറ്റിനുള്ളിലോ മാരേജ് ചെയ്യണമെന്ന ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും ഒക്കെ പ്രഷറിൽ നടക്കുന്ന കല്യാണം. ഇവിടെ 2 വ്യക്തികൾ തമ്മിലുള്ള കോമ്പാറ്റബിലിറ്റിയേക്കാൾ കൺവീനിയൻസിനാണ് പ്രയോറിറ്റി. ഓർക്കുക, ലേറ്റ് ആവുന്നതിനേക്കാൾ റോങ് ആകുന്നതാണ് ഭാവിയിൽ പെയിൻഫുൾ ആകുന്നത്. അടുത്തത് എസ്കേപ്പ് മാരേജ്. ലോൺലെസ് ഫീൽ ചെയ്യുന്നത് കൊണ്ടോ വീട്ടുകാരിൽ നിന്നോ ടോക്സിക് എൻവയോൺമെൻറ്റിൽ നിന്നോ പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു മാരേജ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ച ആ ഫീലിങ്സ് ഡിസപ്പിയർ ആവുന്നില്ല. അതവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗായി മാറുന്നു. അതുപോലെ സിമ്പതി ബേസ്ഡ് മാരേജ്. ഒരിക്കൽ നല്ല സുഹൃത്തുക്കളായിരിക്കെ ഒരാളിൻ്റെ കഥ കേട്ട് മറ്റൊരാൾക്ക് തോന്നുന്ന സിമ്പതിയുടെ പേരിലോ ആ വ്യക്തിക്ക് ജീവിതം കൊടുക്കാമെന്ന ധാരണയിലോ പെട്ടെന്ന് നടത്തുന്ന വിവാഹം. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, വിവാഹം എന്നാൽ ഒരു ലൈഫ് ലോങ് പാർട്ട്ണർഷിപ്പാണ്. അവിടെ വേണ്ടത് കണക്ഷനും സ്നേഹവുമാണ്. അല്ലാതെ ഒരു കമ്പാഷൻ കൊണ്ട് മാത്രം ലൈഫ് ലോങ് ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വിവാഹം വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ടെമ്പററി ഫീലിങ്സിലെടുത്ത ഒരു പെർമനൻറ്റ് ഡിസിഷൻ നിങ്ങളുടെ ജീവിതം മുഴുവനും ബാധിച്ചേക്കാം.